നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക ഹീറോ താനാണെന്നും എവിടെ യുദ്ധമുണ്ടായാലും അവിടെ സമാധാനം ഊട്ടി ഉറപ്പിക്കാനും അവിടെ കൃത്യമായിട്ടുള്ള വിലപേശൽ ഉൾപ്പെടെ നടത്തി പല രീതിയിൽ മാറ്റം കൊണ്ടുവരാനും തനിക്ക് സാധിക്കുകയുള്ളൂ, അതിനെ പറ്റിയ ഏക ഗ്ലോബൽ നേതാവ് താനാണ് എന്ന് പറഞ്ഞു നടന്ന ട്രംപിൻ്റെ വീമ്പ് പറച്ചിലൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ, ലോക രാജ്യങ്ങൾ പലരും പരിഹസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വെറുമൊരു വട്ടപൂജ്യമാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അമേരിക്ക വീണ്ടും അത്യുന്നതിയിലേക്ക് എത്തുകയല്ല, മറിച്ച് അമേരിക്കയുടെ വില ഇടിഞ്ഞിരിക്കുന്നു എന്ന് തുറന്നടിക്കുന്നു. യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ട്രംപിനെ പരിപൂർണമായി വിശ്വസിച്ച ഗൾഫ് രാജ്യങ്ങളും GCC രാജ്യങ്ങളും ട്രംപിനെ തള്ളിപ്പറയുകയാണ്. നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ യുദ്ധമൊന്ന് അവസാനിപ്പിച്ചു തരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ട്രംപ് കൈമലർത്തുകയാണ്. അവകാശവാദങ്ങൾ പലതും പറയുന്നു. ട്രംപ് പറയുന്നു ഇറാനുമായി പുതിയൊരു ഡീലിലേക്ക് താൻ എത്തിച്ചേർന്നിരിക്കുന്നു. അത് പറഞ്ഞ് മിനിറ്റുകൾക്കകം ഇറാൻ ഉടനെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് ആ വിഷയങ്ങളെല്ലാം തള്ളിപ്പറയുകയാണ്. അതായത് ട്രംപ് എന്ത് വാക്കുകൾ ഉരുവിട്ടാലും എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് മിനിറ്റുകൾക്കകം കൃത്യമായി ഇറാൻ മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തള്ളലൊന്നും ഇനി ട്രംപ് നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക്, അമേരിക്കൻ ജനതയ്ക്ക് തന്നെ പരിപൂർണമായി ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിനെ യുദ്ധത്തിൽ ജയിപ്പിച്ചേ അടങ്ങൂ, ഇറാന് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞിറങ്ങിയ ട്രംപ് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെയൊക്കെ അധപ്പതിക്കാം, എങ്ങനെയൊക്കെ സ്വന്തം നിലയും വിലയും മറന്ന ഒടുവിൽ പ്രവർത്തിക്കേണ്ടി വരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ മറ്റൊരു വലിയ പദ്ധതിക്ക് തുടക്കമിടുകയാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി അമേരിക്കയുമായി ഒരു ഡീലിലേക്കുമില്ല. അമേരിക്ക വേണമെങ്കിൽ ഞങ്ങൾ ആക്രമിച്ചോളൂ, ഞങ്ങൾ അതിനും തയ്യാറാണ്, നമുക്ക് നേരിട്ട് ഏറ്റുമുട്ടാം എന്ന് ഇറാൻ വെല്ലുവിളിക്കുകയാണ്. അതൊരു ചെറിയ വെല്ലുവിളിയായി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ചും റഷ്യയുടെ ബാക്കപ്പ് ഉണ്ട്, ഉത്തര കൊറിയയുടെ ബാക്കപ്പ് ഉണ്ട്. ആക്രമണത്തിലേക്ക് വന്നാൽ അത് ലോകമഹായുദ്ധമായി മാറുമെന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് അവരുടെ സാഹചര്യങ്ങൾ. കടന്നാക്രമിക്കാൻ കഴിയാതെ ഉഴറുകയാണ്.